പാകിസ്ഥാൻ സൈനിക മേധാവി അസീർ മുനീറിനെ വധിക്കുമെന്ന് ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് പാകിസ്ഥാൻ. അങ്ങനെ വാക്ക് തർക്കം വലിയ രീതിയിലെ പോരിലേക്ക് മാറുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാഠിന്യത്തിനൊക്കെ ഇപ്പോൾ വളരെ കുറവ് വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതിന് ആസ്പദമായിരിക്കുന്ന സംഭവം പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പ്രധാന മധ്യസ്ഥ റോളിൽ വന്ന ആൾ പാകിസ്ഥാനാണ്. അതോടെ പാകിസ്ഥാനുണ്ട്, ഖത്തറുണ്ട്, ഈ മറ്റ് ചില രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ആ ചർച്ചയിൽ സംബന്ധമായ കാര്യങ്ങളൊക്കെ നീങ്ങിയത്. ഇതിൽ പാകിസ്ഥാൻ്റെ നിലപാട് ഇറാനോടൊപ്പമാണെന്നുള്ളതും ഇറാന് തൃപ്തിപ്പെടുന്ന രീതിയിൽ അമേരിക്കയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന സമീപന രീതികളാണ് പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ ഇസ്രായേലിനെതിരെയാണ്, ഇസ്രായേൽ വിരുദ്ധ സമീപനം എന്നുള്ളതാണ്. അങ്ങനെ വന്ന സമയത്താണ് ഇതിന് നേതൃത്വം നൽകിയത് അസീം മുനീറാണ് എന്നതിനാൽ അയാളെ വധിക്കും എന്നുള്ളൊരു പ്രസ്താവന ഇസ്രായേലിൻ്റെതായി പുറത്തു വന്നത്. അത് ഇസ്രായേലിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടൊന്നുമല്ല, പക്ഷേ ആ മേഖലയിൽ നിന്നാണ് ഇത് പുറത്തു വന്നത് എന്നതിനാൽ വലിയ വിവാദമായി ലോകാടിസ്ഥാനത്തിൽ വലിയ ചർച്ച ചെയ്തു. ആ ചർച്ചക്കൊടുവിൽ പാകിസ്ഥാൻ്റെ മറുപടിയാണ് ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട ഒരേ ഒരു രാജ്യം ഇന്ന് ഭൂമിയിലുള്ളത് ഇസ്രായേൽ മാത്രമാണ്, തങ്ങൾ അതിന് നേതൃത്വം നൽകും എന്ന തരത്തിലാണ്. എന്നാൽ ഇതും ഔദ്യോഗിക പക്ഷമല്ല എന്നൊരു റിപ്പോർട്ടും ഉണ്ട്. ഏതായിരുന്നാലും വാക്ക് പോരുകൾ ഇങ്ങനെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആക്രമണ രീതി കാര്യങ്ങളൊക്കെ പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അത് സാധ്യത വളരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാനും ഇസ്രായേലും. ഒരു കാലത്തും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. അനുഭാവപൂർവമായിരിക്കുന്ന ഒരു നിലപാടും അവർക്ക് അനുകൂലമായ രീതിയിൽ എടുക്കാറില്ല. പക്ഷേ അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമാണ്. അത് നയതന്ത്ര ബന്ധം മാത്രമല്ല, സൗഹൃദ ബന്ധവും ബിസിനസ് ബന്ധവും പാർട്ണർഷിപ്പ് ബന്ധവും പല തരത്തിലും പല രീതിയിലും പല കോലത്തിലുമാണ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിൻ്റെ തുടർച്ചയാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ്റെ പ്രസിഡന്റിനും സൈനിക മേധാവിക്കും നൽകിയത്, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്കും സൈനിക മേധാവിക്കും നൽകിയത് എന്ന റിപ്പോർട്ടും ഇതിനിടയിൽ വന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ നോക്കുന്ന സമയത്ത് ഇറാനുമായിട്ട് വലിയ സൗഹൃദ ബന്ധമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇറാൻ്റെ ഒരു യുദ്ധവിമാനം പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തായിരിക്കുന്ന ഒരു റിപ്പോർട്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടിരുന്നു. അമേരിക്കയാണ് പുറത്തുവിട്ടതെന്ന് പറയുന്നു. കാര്യം എന്ന് വെച്ചാൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാന് പൂർണ്ണമായ രീതി ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവ് ഹാജരാക്കിയതാണ് അമേരിക്കയിലെ പ്രതിപക്ഷ നേതാക്കൾ. അതിന് ഉപയോഗിച്ചതായിരുന്നു ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എന്ന് പറയുന്നു. പാകിസ്ഥാൻ്റെ അതിർത്തി നോക്കുന്ന സമയത്ത് പാകിസ്ഥാൻ കഴിഞ്ഞ് ഇറാൻ എത്തണം, ഇറാൻ കഴിഞ്ഞ് ഇറാഖ് എത്തണം, ഇറാഖ് കഴിഞ്ഞ് ജോർദാൻ എത്തണം, ജോർദാൻ കഴിഞ്ഞാൽ മാത്രമേ ഇസ്രായേൽ ഉണ്ടാവൂ. നമ്മൾ കരമാർഗം നോക്കുകയാണെങ്കിൽ, കടൽ മാർഗം നോക്കുകയാണെങ്കിൽ കറാച്ചി ഈ സീപോർട്ടിൽ നിന്ന് ഗൾഫ് ഓഫ് ഏദനിലേക്ക് എത്തണം, അവിടുന്ന് ബാബുൽ മന്ദബ് കടക്കണം, പിന്നീട് സൂയിസ് കനാൽ കടക്കണം, പിന്നെയാണ് അവിടെ ഹൈഫ തുറമുഖത്തിൻ്റെ മേഖല എത്തുക, അഥവാ മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് എത്തുക. അങ്ങനെയാണ്. അപ്പോൾ നേരിട്ട് കൊണ്ട് ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. മാത്രമല്ല അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ അമേരിക്കയ്ക്ക് വലിയ റോളുണ്ട്. പാകിസ്ഥാനെ പടക്കാൻ പറ്റൂല, ഇസ്രായേലിനെ പടക്കാൻ പറ്റൂല, രണ്ടുപേർക്കും ഇടയിൽ ഒരു മധ്യസ്ഥ റോളുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ എത്രത്തോളം ശത്രുവാണോ ഈ ഇറാൻ സമാനമായ രീതിയിൽ അമേരിക്കയുടെ ശത്രുവാണ്. അതുകൊണ്ട് അവരും ഇവരും തമ്മിലുള്ള ഈ നിലപാടുകൾക്കും സമീപനത്തിനൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയം പോകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ലോകത്ത് ഔദ്യോഗികപരമായ രീതിയിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആണവായുധമുള്ള രാജ്യം ഒന്ന് പാകിസ്ഥാനാണ്. പ്രഖ്യാപിത ആണവായുധം പാകിസ്ഥാൻ തുർക്കിയുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ അതൊരു പൂർണ്ണമായിരിക്കും പ്രഖ്യാപനമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആണവായുധമുള്ള ഒരു രാജ്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടോ അത് മുസ്ലിം രാജ്യമാകുന്ന സമയത്ത് കുറച്ചും കൂടിയൊക്കെ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംസാരിക്കാൻ വേണ്ടിയിട്ടോ അത് ഗുണം ചെയ്യുമെന്ന് ട്രംപ് കണക്കൂട്ടുന്നത്. കാരണം ട്രംപ് എന്ന് പറയുന്ന സമയത്ത് അല്ല അമേരിക്ക എന്ന് പറയുന്ന സമയത്ത് അതൊരു യുദ്ധത്തിൻ്റെ കക്ഷി അല്ലാത്ത തരത്തിലാണ് നല്ലത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഖത്തറുമായിട്ട് അന്ന് വിഷയമായിരുന്നു. കാര്യം ഇറാൻ ആക്രമിച്ചത് കൊണ്ട് ഇറാൻ്റെ വിഷയത്തിലൊന്നും ഇടപെടില്ലെന്ന് ഖത്തർ പറഞ്ഞു, ഈജിപ്ത് ഏറെക്കുറെ അങ്ങനെ പറഞ്ഞു. മറ്റു ലോക രാജ്യങ്ങളിൽ തയ്യാറാവാതിരുന്ന സമയത്താണ് ഇത് സംസാരിക്കാൻ ഒരാൾ വേണമല്ലോ. പാകിസ്ഥാനാണെങ്കിൽ ഇറാൻ്റെ അതിർത്തി പങ്കെടുത്ത രാജ്യമാണ്, ആയതുകൊണ്ട് പാകിസ്ഥാനെ തന്നെ നോമിനേറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ ട്രംപ് തന്നെയാണ്. ആ ട്രംപിൻ്റെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ ഇതിന് ശേഷം പിൽക്കാലത്ത് കേട്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ സമാധാനമായിരിക്കുന്ന വിഷയത്തിലൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് ഈ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാൻ പാകിസ്ഥാനെ പോലെ നല്ലൊരു രാജ്യം വേറെ ഇല്ല എന്നൊരു അഭിപ്രായം കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു സുഖിപ്പിക്കലാണ് എന്നുള്ള വിവരം യഥാർത്ഥത്തിൽ പാകിസ്ഥാന് തന്നെ അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വിരുദ്ധരായിരിക്കുന്ന
രാജ്യങ്ങൾ അവരുടെ നിലപാടുകൾ ഉറക്കെ പറയുന്നിടത്തേക്ക് കാര്യം എത്തിയിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ പ്രയോഗിച്ച ഒരു കാര്യമുണ്ട്, ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ നീക്കം ചെയ്യുമെന്നുള്ളതാണ്. ഇത് കാലാകാലം ഇറാൻ പറയുന്നതാണ്. അപ്പോൾ ഇറാൻ എത്രത്തോളം കർക്കശമായ രീതിയിലാണ് ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത്, ആ തലത്തിലേക്ക് മറ്റ് പല മുസ്ലിം രാജ്യങ്ങളും മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ഗൗരവപരമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു തലത്തിൽ ഈ പാകിസ്ഥാൻ ആക്രമിക്കുന്ന രീതി, അല്ലെങ്കിൽ അസീം മുനീർ എന്ന സൈനിക കമാൻഡറെ കൊലപ്പെടുത്തുന്ന രീതി, കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രാജ്യത്ത് പോയിട്ട് കൊലപ്പെടുത്തുക എന്നൊന്നല്ല. മധ്യസ്ഥരായി നിൽക്കുന്ന സമയത്ത്, അവിടുന്ന് പുറത്തു പോകുന്ന സമയത്തോ അകത്തേക്ക് കയറുന്ന സമയത്തോ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടി പറ്റും. അത് ഈ മൊസാദിനെ വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുമെന്നുള്ള കാര്യം കൃത്യമാണ്. അത്തരം ഒരു സംഭവം ഉണ്ടായാൽ പിന്നീട് അതിൻ്റെ തനിയാവർത്തനങ്ങൾ വളരെ വളരെ വലുതായിരിക്കും എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിന് ഉദാഹരണം പറയാൻ ഈ ഗസയിലെ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുത്തിയത് ഇറാനിൽ വെച്ച് ഇസ്രായേലാണ്. അതിന് പ്രത്യേകമായിരിക്കുന്ന ട്രെയിനിങ് ലഭിച്ചിരിക്കുന്ന ആളുകൾ തന്നെ ഇറാൻ്റെ അകത്ത് വെച്ച് തന്നെയാണ് ഇറാൻ്റെ അകത്തുണ്ടായിരുന്ന ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരം പല സംഭവങ്ങളും പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് എന്നതിനാൽ ഈ ഒരു ആക്രമണ രീതികൾ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈജിപ്തിൽ വെച്ചിട്ട് ഗസയിലെ സമാധാന ചർച്ച ആദ്യഘട്ടത്തിൽ, അതായത് 2024 ലാസ്റ്റ് ഘട്ടത്തിൽ ചർച്ച, 2025 ഫസ്റ്റ് ഘട്ടത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. 20ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് കരാറിൽ ഒപ്പിട്ട ഒരു വിപുലമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് അന്ന് ഇവിടെ വെച്ചിട്ടാണ്, ഈജിപ്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ സംഭവം നടന്നു. ഖത്തറിൽ നിന്ന് ഈജിപ്തിലേക്ക് ചർച്ചാ സംബന്ധമായ കാര്യത്തിന് വേണ്ടി എത്തിയ 4 പ്രതിനിധികൾ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അത് വാഹന അപകടം കരുതിക്കൂട്ടിയാണോ അല്ലാത്ത രീതിയിലാണോ എങ്ങനെയാണ് എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അവർ ഈ പ്രതിനിധികളായിട്ട്, നയതന്ത്ര പ്രതിനിധികളായിട്ട് തന്നെ എത്തപ്പെട്ടവരാണ്. അത് ഖത്തറിലെ പ്രമുഖരുമാണ് കൊല്ലപ്പെട്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ കാര്യങ്ങളൊക്കെ വന്ന് അന്ന് വലിയ വിവാദമായിരുന്നു. അത് ഹമാസിൻ്റെ ആൾക്കാർ, ഈ മൊസാദിൻ്റെ ആൾക്കാർ കൊലപ്പെടുത്തിയതാണോ, അതിൽ എന്തെങ്കിലും ഇസ്രായേലിന് പങ്കാളിത്തമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു. ഏതായിരുന്നാലും അത്ര സംഭവങ്ങൾ നടക്കില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ആ നടന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഒരു സംഭവം വേറെ മറ്റ് രാജ്യങ്ങൾ, അതിൽ ഒന്നും കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ വിയന്നയിൽ വെച്ച് നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ആ ചർച്ചയ്ക്ക് അനുഭാവപൂർവമായിരിക്കുന്ന നിലപാടല്ല ഇറാൻ എടുക്കുന്നത് എങ്കിൽ ഇറാനിലെ നേതാക്കന്മാരെ തിരിച്ചു പോകാൻ അനുവദിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അതും കൊലപ്പെടുത്തും എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. പല രാജ്യങ്ങളും മറ്റ് പല രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയും ആ സമീപനം സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ വധിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇത് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ പ്രവർത്തികൾ പല ഘട്ടത്തിൽ പറയുകയും ഇത്തരം ചതിപ്രയോഗങ്ങളൊക്കെ പല ഘട്ടത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ ആണോ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷം, മാനസികപരമായ രീതി വലിയ പ്രയാസം പല രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ രാജ്യം സ്വീകരിക്കുന്ന നിലപാടുകളും സമീപനവും എങ്ങനെയാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ രാജ്യത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആന്തരികമായ രീതിയിൽ പല അറേബ്യൻ രാജ്യങ്ങളും അഭിപ്രായ സർവേ നടത്തിയിട്ടുണ്ട്. അത് പബ്ലിക്കായിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷ സാധ്യത, പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇസ്രായേലിൻ്റെ കയ്യേറ്റം, ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടത്, ഇറാൻ അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, ഇത്തരം ഒരുപാട് സങ്കീർണമായിരിക്കുന്ന വിഷയത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളിടത്തേക്കൊക്കെ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നാണ്, 10ഓളം ചോദ്യങ്ങളുണ്ടെന്ന് പറയുന്നു എന്നുള്ളതാണ്. എല്ലാ സമീപന രീതികളും കൃത്യമായ രീതിയിൽ ഗവൺമെൻറ് തലത്തിലോ സർക്കാർ തലത്തിലോ എടുക്കുന്ന സമീപനത്തോട് 100% പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ പിന്തുണ പറയുന്ന രീതി അവിടെ അവലംബിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ്റെ നിലപാടുകളാണ് ശരി, ഇറാൻ്റെ സമീപനങ്ങളാണ് ശരി, അവരുടെ യുദ്ധമാണ് ശരി, അവരോടൊപ്പം നിൽക്കണം എന്ന അഭിപ്രായക്കാരാണ്. അതായത് ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അറേബ്യൻ രാജ്യങ്ങളിലെ നല്ലൊരു ശതമാനം ജനങ്ങളുള്ളത്. അതുകൊണ്ട് ഒരു സമീപനം മുൻപത്തെ പോലെയൊക്കെ ഗവൺമെൻറ് തലത്തിൽ വളരെ പെട്ടെന്ന് എടുക്കുക, അതല്ലെങ്കിൽ ഇറാനെതിരെ സമീപനം സ്വീകരിക്കുക, അമേരിക്കക്ക് അനുഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പരസ്യ പ്രസ്താവന ഇറക്കുക എന്നൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പെട്ടെന്ന് സർക്കാർ സംവിധാനത്തിൽ നടക്കാത്ത സ്ഥിതിയാണ്.
അപ്പോൾ ഈ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ സമീപനങ്ങൾ, ഇറാൻ നിരന്തരം അറേബ്യൻ രാജ്യങ്ങളെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ എങ്കിൽ ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇറാനെതിരെ ജനങ്ങൾ തിരിയാൻ സാധ്യമാകുമായിരുന്നു. പക്ഷേ ഇറാൻ നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ച് തകർക്കുകയും ചെയ്യുന്നു, വീണ്ടും ആക്രമിക്കുമെന്ന് പറയുന്നു, അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ പ്രകോപനമില്ലാതെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. അത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ എന്ത് ചെയ്തു? ഇസ്രായേലിനെ ആക്രമിച്ചു. അപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുക എന്ന് പറഞ്ഞ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതികരണം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം മുൻകൂട്ടി പറയാതെ ഒരു മുസ്ലിം രാജ്യം ഇസ്രായേലിനെ ആക്രമിച്ചത്. പ്രകോപനമില്ലാത്ത ആക്രമണം എന്നാണ് പറഞ്ഞത്. ഇറാൻ ആക്രമിച്ചിട്ടില്ല, എന്നിട്ടും എന്ത് ചെയ്തു? ഇറാൻ തിരിച്ചടിച്ചു. അപ്പോൾ ഈ തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നതിനാൽ തന്നെ ഈ പാകിസ്ഥാൻ്റെ നിലപാടാണെങ്കിലും ഇസ്രായേലിൻ്റെ നിലപാടാണെങ്കിലും അതിനിടയിലുള്ള ഈ അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാട് വളരെ വളരെ നിർണായകം തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കും സാഹചര്യത്തിലേക്കും നിലവിലെ അവസ്ഥ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായ നിരീക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു രാജ്യം പോലും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകി മുന്നോട്ട് വരുന്നില്ല. എല്ലാവരും പിന്തുണ നൽകുന്ന ഇറാനാണ്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേലിന് ലോകം പിന്തുണ നൽകുന്നു. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ ലോകം സംസാരിക്കുന്നു. ഈ തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇറാനോടൊപ്പമാണ് ലോക രാജ്യങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും ഭരണാധികാരികളും ജനങ്ങളും ഉള്ളത് എന്നാണ്.